എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിലെ സർക്കിൾസ് എന്ന ചാപ്റ്ററില് രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ ഒരുപാട് തിയറംസ് പഠിച്ചു അല്ലേ? അതെ, അതിൽ ഒക്കെ എന്താ പഠിച്ച തിയറംസ് ഒക്കെ നമ്മൾ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിൽ ചോദിക്കുന്നൊക്കെ പറഞ്ഞു. ആ തിയറംസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇനിയുള്ളത്. അത് വളരെ ഈസിയാണ്, ഒരു പ്രശ്നമില്ല. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പരിചയപ്പെട്ടു വന്ന പൈതഗോറസ് തിയറം. എന്താ പൈതഗോറസ് തിയറം? യെസ്, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലേ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ. ആ കൺസെപ്റ്റ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ നമ്മൾ പഠിച്ച തിയറം എന്താ? ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അല്ലെ? ആ കോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഈക്വൽ ഡിസ്റ്റൻസിലുള്ള കോഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ആ രണ്ട് തിയറാണ് മെയിൻ ആയിട്ട് വരുന്നത്. ആ തിയറംസ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറിയോ? In a circle, a chord 1 centimeter away from the center is 6 centimeter long. അതായത് സെന്ററിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെയുള്ള ഒരു കോഡ് ഞാനുണ്ട്, അതിന് 6 സെന്റിമീറ്റർ ആണ് നീളം. What is the length of chord 2 centimeter away from the center? സെന്ററിൽ നിന്ന് 2 സെന്റിമീറ്റർ അകലെ, 2 സെന്റിമീറ്റർ അകലെയുള്ള വേറൊരു കോഡ് ഉണ്ട്, അതിന്റെ ലെങ്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ എന്തുണ്ട്? ഒരു കോഡ് വരച്ചിട്ടുണ്ട് അല്ലെ? അതേ സെന്ററിൽ നിന്ന് 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ അങ്ങനത്തെ കോഡ് വരച്ചിട്ടുണ്ട്, അതിന്റെ ലെങ്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഈ കോഡിന്റെ ലെങ്ത്തിന് AB എന്ന് പേര് കൊടുത്തു, ഇതിന് ഞാൻ CD എന്ന് പേര് കൊടുത്തു. ഇത് സെന്റർ O ആണ്. ഈ കോഡിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് കേട്ടോ. എത്രയാ? 6 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് സെന്ററിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് മുകളിലേക്ക് ഈ ഡിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടത്? ഈ കോഡ് 6 ആണെങ്കിൽ ഈ കോഡ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എന്തായാലും ഇതിന്റെ ഡബിളോ അല്ലെങ്കിൽ ഇതിന്റെ ഹാഫോ ഒന്നും ആവില്ല. ആ രീതിയിലല്ല ചെയ്യേണ്ടത്. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഈ പോയിന്റ് ഇതാ, ഈ മിഡ് പോയിന്റ് ആട്ടോ. ഇത് M എന്ന് പേര് കൊടുത്തു, ഇത് N എന്ന് പേര് കൊടുത്തു. ഇത് 1 സെന്റിമീറ്റർ, ടോട്ടൽ 6 അല്ലേ? അപ്പൊ സെന്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ഈക്വൽ ആയി ഡിവൈഡ് ചെയ്യും. അപ്പൊ ടോട്ടൽ 6 ആണെങ്കിൽ എത്രയായി? 3 സെന്റിമീറ്റർ. ഇവിടെ ഞാൻ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യും. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കൂ. ഇത് 3, ഇത് 1, ഇത് OA കണ്ടുപിടിക്കണം. അപ്പൊ ഇതെന്താ OA എന്ന് പറഞ്ഞാൽ? അതുപോലെ നോക്കൂ, OA എന്താണ്? ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പൊ OA സ്ക്വയർ ഈക്വൽ ടു OA square is equal to AM square plus OM square സമം AM എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 square plus 1 square. What is 3 square? 9. 1 square 1. രണ്ടുകൂടി ആഡ് ചെയ്താൽ 10 കിട്ടും. അപ്പൊ OA square equal to 10. OA square 10. ഇനി രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മുടെ വരയ്ക്കണം. ഇവിടെ നോക്കൂ, നമുക്ക് കാണേണ്ട എന്താ? CD എന്ന് പറയുന്ന കോഡിന്റെ ലെങ്ത് അല്ലെ? അതിനു വേണ്ടി നമുക്ക് ഈ പകുതി കിട്ടിയാൽ മതി. ഈ പകുതി കിട്ടിയാൽ ഹാഫ് കിട്ടിയാൽ അതിന്റെ ഡബിൾ എടുത്താൽ മതി. അപ്പൊ ഹാഫ് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഡിസ്റ്റൻസ് ഈ OA എന്ന് പറഞ്ഞത് 2 എന്നറിയാം. OA എന്ന് പറയുന്നതും OC എന്ന് പറയുന്നതും സെയിം ആണ്. എന്താ കാരണം? OA എന്ന് പറഞ്ഞാൽ OC എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ എന്താണ്? റേഡിയസ് r എന്നാണ് അല്ലേ? അപ്പൊ OA സ്ക്വയർ 10 ആണെങ്കിൽ വാട്ട് ഈസ് OA? റൂട്ട് 10 കിട്ടും. അതായത് റൂട്ട് ഓഫ് 10. അപ്പൊ OC എന്താ? റൂട്ട് ഓഫ് 10. അപ്പൊ ഇത് റൂട്ട് 10 ആയി, ഇത് 2 ആയി. CN കാണാലോ, എന്താ വരിക? CN സ്ക്വയർ. CN സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് പാദമാണ് അല്ലെ? അപ്പൊ കർണം സ്ക്വയർ, അതായത് OC സ്ക്വയർ മൈനസ് ON സ്ക്വയർ. വാട്ട് ഈസ് OC? OC എന്ന് പറഞ്ഞാൽ OA ക്ക് തുല്യമാണ്. OC സ്ക്വയർ എന്ന് പറഞ്ഞാൽ OA സ്ക്വയറിന് തുല്യമാണ്. OA സ്ക്വയർ എത്രയാ? OA സ്ക്വയർ 10 ആണ്. അപ്പൊ OC സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ? ശ്രദ്ധിക്കേട്ടാ, OA എന്ന് പറഞ്ഞാൽ OC ആണ്. അതായത് OA സ്ക്വയർ എന്ന് പറഞ്ഞാൽ OC സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, റേഡിയസ് ആണ്. OA സ്ക്വയർ എത്രയാ? 10 ആണ്. അപ്പൊ OC സ്ക്വയർ തന്നെയാണ് 10 മൈനസ് ON സ്ക്വയർ. ON എന്ന് പറഞ്ഞാൽ 2 ആണ്. ON സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2A സ്ക്വയർ. That is 10 minus 2 square എത്രയാ? 4. 10 ന്ന് 4 പോയാൽ 6 കിട്ടും അല്ലേ? CN സ്ക്വയർ 6 ആണെങ്കിൽ CN സമം സ്ക്വയർ റൂട്ട് ഓഫ് 6.
CN ഈ ഡിസ്റ്റൻസ് ആണ് √6. നമുക്ക് ആവശ്യമില്ല CD. therefore CD എന്നുള്ള കോഡിന്റെ ലെങ്ത് ആണ് ചോദിച്ചത്. അപ്പൊ ഇത് √6 ആണെങ്കിൽ ഡബിൾ എടുക്കുക. ഡബിൾ എടുക്കാന്ന് പറഞ്ഞാൽ 2√6 സെന്റിമീറ്റർ. അപ്പൊ ഇത്തരത്തില് വളരെ സിമ്പിൾ ആയ ഒരു 5 3 4 ചോദ്യങ്ങളാണ് ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നമ്മളിപ്പോ പഠിച്ച കൺസെപ്റ്റുകൾ തിയറംസിന്റെ അപ്ലിക്കേഷൻ ആണ്. കൂടാതെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച പൈതഗോറസ് തിയറം അറിയാമെങ്കിൽ ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത് എന്താ പറയുക, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm, റേഡിയസ് 5 ആണ് തന്നിട്ടുണ്ട്. Two parallel chords of length 6 cm and 8 cm are drawn on either side of a diameter. ഡയാമീറ്ററിന്റെ അപ്പുറം ആയിട്ട് രണ്ട് ഞാണുകൾ വരച്ചിട്ടുണ്ട്. ഒന്ന് 6 cm, ഒന്ന് 8 cm ആണ് ലെങ്ത്. What is the distance between them? ആ രണ്ട് കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് ക്വസ്റ്റ്യൻ. If parallel chords of these length are drawn on same side of the diameter, diameter same side വരയ്ക്കുകയാണെങ്കിൽ എന്താണ് ഡിസ്റ്റൻസ്? രണ്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അതിന്റെ സെന്ററിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡില് ഒരു കോഡ് ലെങ്ത് 8 cm ആണ്, വേറൊന്ന് എത്രയാ 6 cm. അപ്പൊ ഒരു കോഡ് ലെങ്ത് AB, മറ്റേത് CD, ഇത് 8 cm, ഇത് 6 cm. ഇതിന്റെ അപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് വരയ്ക്കാം. ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു കോഡ്സ്? ദാറ്റ്സ് ദി ക്വസ്റ്റ്യൻ. ഇവിടെ തന്നിട്ടുള്ള എന്താ അറിയോ, റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാ? 5 cm. അപ്പൊ ഇത് റേഡിയസ് ആണ്. ഇത് എത്രയാ വരിക? ഇറ്റ്സ് ഓൾസോ 5 cm. നേരത്തെ പറഞ്ഞ അതേപോലെ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. ഇത് സെന്റർ ആണ്. ഇതിന് ഞാൻ M എന്ന് പേര് കൊടുത്തു, ഇവിടെ ഞാൻ N എന്ന് പേര് കൊടുത്തു. അപ്പൊ ഈ ട്രയാംഗിൾ ശ്രദ്ധിക്കുക, AOM. ഹൈപ്പോട്ടനസ് 5 ആണ്. ഇത് ടോട്ടൽ 8 ആണ്. എത്ര വരും? 4 cm. അപ്പൊ ഈ ഡിസ്റ്റൻസ് കാണാം. ഏതാ? OM സ്ക്വയർ ഈസ് ഈക്വൽ ടു OA സ്ക്വയർ മൈനസ് AM സ്ക്വയർ. വാട്ട് ഈസ് OA സ്ക്വയർ? OA 5 ആണ്. 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. 5 square is 25, 4 square 16, 9. Therefore, OM is equal to square root of 9. That's equal to 3. അപ്പോൾ എന്ത് കിട്ടി? 3 cm. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കൂ. ഇത് 90 ആണ്, ഇത് 5 ആണ്, ഇത് ടോട്ടൽ 6 ആണെങ്കിൽ ഈ കഷ്ണം എത്ര വരും? 3 cm അല്ലേ? അപ്പോൾ 5 ഉം 3 ഉം അറിയാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കാണുന്നത് ON. So ON square is equal to 5 square minus OC square minus CN square 3 square. ഇക്വേഷൻ ഒക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. എന്താ കാണുന്നത്? ON square. ON square is equal to എഴുതാം OC square minus CN square അങ്ങനെ എഴുതാം. So what is 5 square? 25. 3 square 9, 16. So ON is equal to √16. ON is equal to 4 centimeter. അപ്പോൾ ഇത് എത്ര കിട്ടി? 4 centimeter. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെന്ററിൽ നിന്നും ഒരു രണ്ട് സൈഡിലുമായിട്ട് അല്ലെ, അതായത് ഡയമീറ്റർ രണ്ട് സൈഡ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കോഡ്സ് ഉണ്ട്. ഒരു കോഡ് ലെങ്ത് 8 ആണ്, ഒരു കോഡ് ലെങ്ത് 6 ആണെങ്കിൽ ആ രണ്ട് കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയത് എന്താ? ഇവിടുന്ന് ഇതുവരെ 3 cm, ഇവിടുന്ന് ഇങ്ങോട്ട് 4 cm. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരിക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോഡ്സ് AB ആൻഡ് CD, ഇവിടുന്ന് ഇതുവരെ 3, ഇവിടുന്ന് ഇതുവരെ 4. That is equal to 3 plus 4, 7 cm. ഇനി വേറെ ക്വസ്റ്റ്യൻ എന്താ? ഈ രണ്ട് കോഡ്സും ഡയമീറ്റർ ഒരേ സൈഡിലാണെങ്കിൽ എന്തായിരിക്കും ഡിസ്റ്റൻസ്? അപ്പൊ ഞാനിതാ ഈ കോഡ് 6 ഇതിന്റെ താഴെ വരച്ചു വിചാരിക്കും. ഈ ഡിസ്റ്റൻസ് ഞാൻ ഇവിടുന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പൊ നോക്കാം, ഇവിടുന്ന് ഇതുവരെയുള്ള ഈ 6 സെന്റിമീറ്ററുള്ള ഈ കോഡിന്റെ 6 ആണെങ്കിൽ ഇവിടെ തൊട്ട് 6 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ തൊട്ട് ഇതുവരെ എത്രയാ? 4 ആണ് അല്ലേ? 8 സെന്റിമീറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3 ആണ് അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇതുവരെ 4 ഉം ഇവിടുന്ന് ഇതുവരെ 3 ഉം. അപ്പൊ ഈ രണ്ട് കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ? ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ളതല്ലേ ഉള്ളൂ? അതെങ്ങനെ കാണാം? ഇവിടുന്ന് ഇതുവരെ 4 ആണ്, ഇവിടുന്ന് ഇതുവരെ 3 ആണ്. അപ്പൊ ഈ ബാലൻസ് എല്ലാം എങ്ങനെ കാണാം? അപ്പൊ കോഡ്സ് ഒരേ സൈഡിലാണെങ്കിൽ, സെയിം സൈഡിലാണെങ്കിൽ ഇനി വീണ്ടും ഇത് ആദ്യം മുതൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരിക അല്ലെ? എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? നേരത്തെ രണ്ടും കൂടി പ്ലസ് ചെയ്തു, ഇവിടെ എന്ത് ചെയ്താൽ മതി? അത് തമ്മില്
മൈനസ് ചെയ്യുക അത്രേ വേണ്ടുള്ളൂ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോഡ്സ് they are on the same side ഒരേ സൈഡിലാണെങ്കിൽ ഡിസ്റ്റൻസ് എത്ര വരിക 4 മൈനസ് 3 1 സെന്റിമീറ്റർ. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഡിസ്റ്റൻസ് രണ്ടും പ്ലസ് ചെയ്യുക, സെയിം സൈഡിലാണെങ്കിൽ ഡിസ്റ്റൻസുകൾ മൈനസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ നോക്കൂ. The bottom side of the quadrilateral in the picture is a diameter. ഈ bottom side diameter എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു AB എന്ന് പേര് കൊടുത്തു, diameter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. And the top side is a chord parallel to it. ഇത് ഇതിന് പാരലൽ ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. അതിന് പേര് ഞാൻ CD എന്ന് കൊടുത്തു. കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ. ഏരിയ കാണാം. പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടോട്ടൽ ലെങ്ത് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏരിയ ആണ് കാണേണ്ടത്. അപ്പൊ ഏരിയ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ കാണാം. പക്ഷെ ഈ ക്വാഡ്രിലേറ്ററൽ ഏതല്ല എന്താ these two lines are parallel. അല്ലേ, പാരലൽ ആവുമ്പോൾ ട്രപ്പീസിയായി. എന്താ ഏരിയ ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് b. a എന്ന് പറഞ്ഞാൽ 5 ആണ്, b എന്ന് പറഞ്ഞാൽ 3. അതായത് രണ്ട് പാരലൽ ലൈൻസിന്റെ ലെങ്ത് പിന്നെ എന്ത് കൂടാം, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഹൈറ്റ് കാണാം. അപ്പൊ നമുക്ക് ഈ ഹൈറ്റ് കൂടി കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണു, ഹൈറ്റ് കാണാൻ വേണ്ടി എന്താ നോക്കൂ. ഇവിടുന്ന് ഞാൻ ഇവിടേക്ക് ഒരു പെർപെൻഡിക്കുലർ മോഡിലേക്ക് വരച്ചു. പെർപെൻഡിക്കുലർ വരച്ചത് എന്തായി മാറും, എന്തായിട്ട് മാറും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 3 ആണെങ്കിൽ 1.5, ഇതും 1.5. ഇനി ഇതെന്താ, മൊത്തം ഡയമീറ്റർ ആണ് 5. അപ്പൊ റേഡിയസ് എന്താ കിട്ടുക 2.5 അല്ലേ. അപ്പൊ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വരച്ചു. ഇത് എത്ര കിട്ടി 2.5. അപ്പൊ ഈ ട്രയാങ്കിൾ നോക്കിയോ, ട്രയാങ്കിൾ ഇവിടെ ഒരു എം എന്ന് പേര് കൊടുക്കുമെന്ന് വിചാരിക്കും. അപ്പൊ ട്രയാങ്കിൾ OMD റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ. നമുക്ക് ആവശ്യം എന്താണ്, ഈ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം, OM കണ്ടുപിടിക്കണം. അപ്പൊ OM സ്ക്വയർ സമം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഹൈപ്പോട്ടന്യൂസ് അറിയാം, OD സ്ക്വയർ മൈനസ് MD സ്ക്വയർ. What is OD? 2.5. OD സ്ക്വയർ എന്ന് പറയുമ്പോൾ 2.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. What is 2.5? 25 സ്ക്വയർ എഴുതാം. 425 രണ്ട് ഡെസിമൽ. ഇതോ 225 2.25 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി, 4 4 വരും 4.00. So what is OM? 4.00 എന്ന് 4 ആണ്. OM ആണെങ്കിൽ ഇതിന്റെ റൂട്ട് എടുക്കുക, സ്ക്വയർ റൂട്ട് എടുക്കുക. So OM is equal to 2 cm. OM is equal to 2 cm. So what is area? Area ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഏരിയ half into h into a plus b. That is half into h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. എത്രയാ 2 into a plus b എന്ന് പറഞ്ഞാൽ പാരലൽ സൈഡ്സിന്റെ ലെങ്ത്. That is ഒന്ന് 5 സെന്റിമീറ്റർ ആണ്, ഒന്ന് 3 സെന്റിമീറ്റർ ആണ്. ഈ 2 കട്ട് ചെയ്യാം. ബാക്കി ഇവിടെ എന്താ 5 plus 3 8 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ അറിയോ, in a circle two parallel chords of length 4 and 6 centimeters are 5 centimeter apart. അതായത് 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്റർ ലെങ്ത്തുള്ള രണ്ട് കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ആണ്. What is the radius of the circle? റേഡിയസ് കാണാം. ഒരു കോഡ് 4 ഒരു കോഡ് 6 ആണ് കേട്ടോ. ഒരു കോഡ് ഇവിടെ നമ്മൾ 6 വരച്ചു, വേറെ കോഡ് ഇവിടെ വരച്ചു 4 വരച്ചു. ഇത് സെന്റർ ആണ്. ഒരു കോഡ് 6 ചെയ്യാം, ഒരു കോഡ് 4 ചെയ്യാം. ഈ ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ടോട്ടൽ 5 സെന്റിമീറ്റർ ആണ് ഇങ്ങോട്ട് തൊട്ട് വരെ. ഇത് രണ്ടും ഈക്വൽ ആണോ, ഞാൻ വരച്ചപ്പോൾ ഈക്വൽ ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഒരു കോഡ് 6 ആണ്, ഒരു കോഡ് 4 ആണെങ്കിൽ സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ കോഡിന്റെ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. നമ്മൾ തിയറം പഠിച്ചു അല്ലേ. പക്ഷെ ഇത് കോഡ്സ് ഈക്വൽ അല്ല, അപ്പൊ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഈക്വൽ അല്ല. പക്ഷെ ടോട്ടൽ എത്രയാണ് 5 ആണ്. ടോട്ടൽ 5 ആയതുകൊണ്ട് ഒരു ലെങ്ത് ഇവിടെ ഇതുവരെ x ആണെങ്കിൽ ബാലൻസ് ലെങ്ത് വരും 5 മൈനസ് x. കാരണം ടോട്ടൽ എത്രയാണ് 5 സെന്റിമീറ്റർ. ഇനി ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാക്കണം. നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാക്കി. ഇതെന്നാ പേര് കൊടുക്കട്ടെ, A B C D O M N. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കൂ, മട്ടത്രികോണം. ഇത് ടോട്ടൽ 6 ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ 3 cm, ഇവിടെ നിങ്ങളുടെ 3 cm. അപ്പൊ ഇത് 3 എന്നറിയാം, ഇത് 5 മൈനസ് 6 എന്നറിയാം. OB അറിയോ, ഇല്ല. അപ്പൊ എന്താ OB സ്ക്വയർ? OB സ്ക്വയർ ഈസ് ഈക്വൽ ടു
5 minus x whole square plus 3 square. 5 minus 6 whole square, a minus b whole square. And a minus b whole square, a square minus 2ab plus b square plus 3 square 9. 5 square is 25 minus 5 10x plus x square plus 9. 25 9 plus ആണ്, ഇത് പ്ലസ് ആണ്. 25 9 34 വരും മൈനസ് 10x plus x square. ഇതാണ് OB square. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ എഴുതാം. ഇനി രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ഇത് ടോട്ടൽ 4 ആണെങ്കിൽ ഇത് എത്രയാ? 2cm എത്രയാ? x. അപ്പോൾ എന്ത് കാണാം? OD square. OD square എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ON square plus ND square. What is ON square? X square plus ND square 2 square. That is 3x square plus 4. The OD square ആണ് ട്ടോ. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? എന്താണ് OB സ്ക്വയർ ആണോ OB സ്ക്വയർ? മറ്റേത് OD സ്ക്വയർ. ഇത് ഒന്ന് ഇതിന്റെ സ്ക്വയർ ആണ്, ഒന്ന് ഇതിന്റെ സ്ക്വയർ ആണ്. ഇത് രണ്ടും എന്താണ്? ഈ സർക്കിളിന്റെ എന്താ? റേഡിയസ് r അല്ലേ? ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് OB സ്ക്വയർ ഈസ് ഈക്വൽ ടു OD സ്ക്വയർ ആയിരിക്കും. സർക്കിളിന്റെ ആരങ്ങളാണ് തുല്യം. ആരങ്ങൾ തുല്യമാണെങ്കിൽ അതിന്റെ വർഗവും തുല്യമായിരിക്കും അല്ലേ? പവറും തുല്യമായിരിക്കും. അപ്പൊ എന്താ എഴുതാം? 34 മൈനസ് 10x plus x square equal to x square plus 4. ഇക്വേഷൻ ഇവിടെ ഒരു x square ഉണ്ട്, അപ്പുറത്തെ x square ഉണ്ട്. ക്യാൻസൽ ചെയ്യാം. That is 34 minus 10x equal to 4. Minus 10x അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 4 പ്രത്യേകം കൊണ്ടുവരും. 34 minus 4 equal to minus 10x അങ്ങോട്ട് പോകുമ്പോൾ 10x. 34 4 എത്രയാ? Yes, 30. That's equal to 10x. അപ്പൊ x കാണാം, 10 ഡിവൈഡ് ചെയ്യാം, 30 divided by 10. That's equal to 3. അപ്പൊ x എന്താ? ഇവിടെ നോക്കിയിട്ട് വരുന്ന ഡിസ്റ്റൻസ് ആണ് 3. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസ് എന്ത് വരും? 5 minus 3 എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ? നമ്മുടെ ആവശ്യം റേഡിയസ് കാണാനാണ്. ആരം റേഡിയസ് എത്രയാണ്? റേഡിയസ് എന്നാ ഒന്നുകിൽ OD സ്ക്വയറിൽ കൊടുക്കുക അല്ലെങ്കിൽ OB സ്ക്വയറിൽ കൊടുക്കാം. OD സ്ക്വയറിൽ കൊടുത്താൽ മതി. OD സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് x equal to 3 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് കിട്ടി? x square plus 4 ആണ്. 3 square plus 4 3 square 9 and plus 4 4 13. OD square ആണ് ട്ടോ. അപ്പൊ OD എന്ത് കിട്ടും? 13. ശ്രദ്ധിക്കുക, നമുക്ക് x equal to 3 എന്ന് കിട്ടി. x equal to 3 എന്ന് കിട്ടി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആയി. നമ്മളോട് ചോദിച്ച ഡിസ്റ്റൻസ് അല്ല റേഡിയസ് ആണ്. അപ്പൊ റേഡിയസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ എക്സൈസ് ആയിട്ട് കൊടുക്കുക, രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കുക. രണ്ടാമത്തെ ആണ് കുറച്ചുകൂടി സിമ്പിൾ വേഗം കൊടുക്കുക അല്ലേ? അപ്പൊ എന്ത് കിട്ടും? OD square is equal to x square plus 4. x ന് 3 കൊടുക്കുക. So 3 square plus 4. 3 square is 9. 9 plus 4 13. So OD square is 13. OD is equal to 13. OD എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ്. ഓക്കെ, റേഡിയസ് ആണ് കാണാൻ പഠിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ വേറെ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒരു ആർക്ക് തന്നിട്ടുണ്ട്. ആർക്ക്, ആ ആർക്കിന് ഇവിടെ നിന്നിട്ട് ഇതുവരെ ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ എന്ന് അറിയാം. 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഇതിന്റെ ഹൈറ്റ് 1 cm തന്നിട്ടുണ്ട്. 1 cm. കാൽക്കുലേറ്റ് റേഡിയസ് ഓഫ് ദി ഫുൾ സർക്കിൾ. സർക്കിളിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആരെ കണ്ടുപിടിക്കുക? റേഡിയസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ആർക്കിനെ ഫുൾ സർക്കിൾ ആക്കി മാറ്റി. ടോട്ടൽ ഇട്ട് ഫുൾ സർക്കിൾ ആക്കി മാറ്റിട്ടാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് സെന്റർ ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ സെന്റിമീറ്റർ ഞാൻ താഴേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതെന്തായി? സർക്കിളിൽ ഇവിടെ തൊട്ടിട്ട് ഇപ്പൊ AB C എന്ന് പേരെടുത്തു. OC. ഈ OC എന്ന് പറയുന്നത് എന്താ? സർക്കിളിന്റെ ആരാണല്ലോ, ആരം. ഓക്കെ, ഇനി ഇത് സെന്ററിൽ നിന്ന് കോറിലേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ കോറിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് ടോട്ടൽ 4 ആണെങ്കിൽ ഇത് എത്രയായി? 2 cm. ഇതെന്തായി? 2 cm. ഇനി ഇവിടുന്ന് ഇതുവരെ 1 cm തന്നിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം റേഡിയസ് r എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ബാലൻസ് ഉള്ളത് എന്തായിരിക്കും? ഇവിടെ തൊട്ട് വരുന്ന എന്തായിരിക്കും? ഇത് ടോട്ടൽ റേഡിയസ് r ആണെങ്കിൽ, ആരം r ആണെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങളുടെ റേഡിയസ് കൂടി വരച്ചു. അപ്പൊ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയല്ലോ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കൂ. 4 കൊടുത്ത് മാറ്റി. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയല്ലോ.
ഇവിടെ നിന്ന് ഇതുവരെ എം എന്ന് പേര് കൊടുത്താൽ ഇതെത്രയാ 2cm. ഇതെന്താണ് r-1. എന്താ r-1 കിട്ടാൻ കാരണം മൊത്ത റേഡിയസ് ആരം 6 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ 1cm തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് r-1. ഇത് റേഡിയസ് ആണ്. ഇത് എന്താ കൊടുത്തു r. അപ്പൊ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിളില് r ഒരു സൈഡ് r-1 ഇത് 2. അപ്പൊ ഇങ്ങനെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോ കർണം സ്ക്വയർ ദാറ്റ് ഈസ് AO സ്ക്വയർ സമം AM സ്ക്വയർ പ്ലസ് OM square. What is AO? R. That is R square is equal to AM 2 square plus OM R minus 1 whole square. R square is equal to 2 square 4 the A minus B whole square. A square minus 2 into A into B plus B square. That is R square is equal to 4 plus R square minus 2r plus 1. ഇക്വേഷന്റെ അപ്പുറം ഇപ്പുറം എന്തുണ്ട് r സ്ക്വയർ ഉണ്ട് അല്ലേ. ഇവിടെ r സ്ക്വയർ ഇവിടെ r സ്ക്വയർ അല്ലെങ്കിൽ വേണ്ട ഒന്നുകൂടി ശരിയാക്കി തരാം. r സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ 4 പ്ലസ് 1 5 ഉണ്ട്. പിന്നെ ഇവിടെ r സ്ക്വയർ ഉണ്ട് മൈനസ് 2r ഉണ്ട്. ശരിയല്ലേ? നോക്കൂ r സ്ക്വയർ ഓക്കെ. ഈ മൈനസ് 2r ഇപ്പുറത്തേക്ക് എടുത്താൽ എന്ത് കിട്ടി 2r കിട്ടും. പ്ലസ് r സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 plus r square. എന്താ ചെയ്തത് നോക്കൂ. മൈനസ് 2r നെ ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് എടുത്തു. മൈനസ് 2r ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി പ്ലസ് 2r ആയി. പ്ലസ് r സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 പ്ലസ് r സ്ക്വയർ. ഇക്വേഷൻ രണ്ട് സൈഡും ആരാ r സ്ക്വയർ ക്യാൻസൽ ചെയ്യുക അല്ലേ. അപ്പോൾ 2r ഈസ് ഈക്വൽ ടു 5 r ഈസ് ഈക്വൽ ടു 5 by 2. r ഈസ് ഈക്വൽ ടു 5 by 2 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതി 2.5. ഈ 6 ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം കേട്ടോ. ഇവിടെ തന്നെ 6 ക്യാൻസൽ ചെയ്യാം. അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ ഇവിടെ ഈക്വൽ ടു എന്താ എഴുതേണ്ടത് സംശയകരമായിട്ട് ഒന്നുകൂടി എഴുതിയുള്ളൂ. അപ്പൊ ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ് ഈ ആർക്കിന്റെ കംപ്ലീറ്റ് സർക്കിൾ ആവുമ്പോ അതിന്റെ റേഡിയസ് എന്താണ്. ഇങ്ങനെ 4-5 പ്രോബ്ലം ആണ് നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കില് ആ തിയറവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതെന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാട്ടോ. ഇതേപോലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കണം പൈതഗോറസ് തിയറം ഉപയോഗിക്കുക. പിന്നെ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ കോഡിനെ ഈക്വൽ ആയി ഡിവൈഡ് ചെയ്യും. ആ കൺസെപ്റ്റ് മാത്രം ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി ഇതില് ഒരു കൺസ്ട്രക്ഷൻ ആണുള്ളത്. ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു.